മംഗളവാർത്തക്കാലം മൂന്നാമത്തെ ഞായറിലാണ് ഇന്ന് നമ്മൾ. ഈ കാലത്തിലെ 4 ഞായറാഴ്ചകളിൽ യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത, നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത, സ്നാപക യോഹന്നാൻ്റെ ജനനം, സമാപനമായി നമ്മുടെ കർത്താവിൻ്റെ ജനനം എന്നീ സംഭവങ്ങളാണ് നമ്മൾ അനുസ്മരിച്ച് ആഘോഷിക്കുന്നത്. ഇത് 2 സമാന്തരമായിട്ടുള്ള ഒരു സന്ദേശത്തിൻ്റെ അവതരണമാണ്. സ്നാപക യോഹന്നാൻ വരുന്നത് കർത്താവിൻ്റെ ജനനത്തിനുള്ള അടുത്ത ഒരുക്കം ചെയ്യാനാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കും. കർത്താവിനെ അന്നത്തെ ഇസ്രായേൽ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നത് സ്നാപക യോഹന്നാനാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ തൻ്റെ സ്ഥാനം പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതാണെന്നും അവനാണ് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന രക്ഷകനെന്നും പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ പോലും പ്രബോധിപ്പിച്ചതിന് ശേഷമാണ് സ്നാപകൻ്റെ ശിരച്ഛേദം. ഇപ്രകാരമുള്ള ഒരു ഒരുക്കം സ്നാപക യോഹന്നാൻ ചെയ്യുന്നു എന്ന് വരികിൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ ഉടനീളം ഒരുക്കമുണ്ടായിരുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഈ ഒരുക്കം ദൈവം ആരംഭിച്ചതാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് പോയ ആ നിമിഷം മുതൽ മനുഷ്യനെ രക്ഷിക്കുവാനായി ഒരു രക്ഷകനെ അയക്കണമെന്ന് ദൈവം നിശ്ചയിക്കുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ സ്നേഹം അതിന് അവിടുത്തെ നിർബന്ധിക്കുന്നു. അങ്ങനെയുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിലാണ് പ്രതീസായുടെ വിവരണത്തിൽ തന്നെ നമ്മൾ പരിശുദ്ധ കന്യകയെ കാണുന്നത്. സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്നവൾ, മാതാവിൻ്റെ പടങ്ങളിലും തിരുസ്വരൂപങ്ങളിലുമെല്ലാം പാദങ്ങൾക്ക് കീഴെ തല ചവിട്ടപ്പെട്ട് നിൽക്കുന്ന ഒരു പാമ്പിനെ കാണാം, ഒരു സർപ്പത്തെ. അത് മനുഷ്യനെ തിന്മയിലേക്ക് നയിച്ച സർപ്പത്തിൻ്റെ, സാത്താൻ്റെ പ്രതീകമാണ്. അപ്പോൾ അവൾ സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്നുള്ള ആ ഒരു പ്രവചനം പരിശുദ്ധ അമ്മയിൽ അന്നേ മുൻകൂട്ടി അറിയിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രം 40 വർഷത്തോളം മരുഭൂമിയിലായിരുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു സ്ത്രീ മരുഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന്. ആ സ്ത്രീ ഇസ്രായേലാണ്. ആ സ്ത്രീയുടെ പ്രതീകമായിട്ടും പരിശുദ്ധ അമ്മയെ സഭ മനസ്സിലാക്കുന്നു. മരുഭൂമിയിലേക്ക് പോയ സ്ത്രീ, അവളൊരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പറയുന്നുണ്ട്. ഇസ്രായേലാകുന്ന ആ സ്ത്രീ പ്രസവിച്ച മറിയത്തിലൂടെ ഈ ലോകത്തിലേക്ക് വന്ന രക്ഷകനാണ് കർത്താവിൻ്റെ രക്ഷകനുമായ ഈശോ മിശിഹ. ഈ ഈശോ മിശിഹയെക്കുറിച്ചാണ് പ്രവാചകന്മാരെല്ലാവരും രാജാക്കന്മാരുമെല്ലാം പ്രതീക്ഷയോടെ കാത്തിരുന്നതും അവതരിപ്പിച്ചതും. അങ്ങനെയുള്ള ഒരു ഒരുക്കത്തിൻ്റെ ദീർഘകാലം പഴയ നിയമത്തിൽ നമ്മളെ കാണുന്നു. എന്നാൽ ആ ഒരുക്കമെല്ലാം വന്ന് സമാപിക്കുന്നത് സ്നാപക യോഹന്നാനിലാണ്. ആ ഒരു അനുസ്മരണമാണ് ഇന്ന് ഈ ഞായറാഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. അതിനുശേഷം രക്ഷകൻ തന്നെ വരും. അപ്പോൾ ഈ ഒരുക്കകാലത്തും രക്ഷകൻ്റെ വരവിലും രക്ഷകനോടൊപ്പം നിൽക്കുന്നവളാണ് പരിശുദ്ധ അമ്മയെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. സ്നാപകനെക്കുറിച്ചുള്ള പേരിടുന്ന ആ ഒരു കർമ്മത്തെക്കുറിച്ച് ഇന്നത്തെ വായനയിൽ സൂചിപ്പിച്ചുവല്ലോ. അവിടെ അവരെല്ലാവരും സ്നാപകന് പേരിടാൻ ആഗ്രഹിച്ചത് ഒരു 2ാം സക്കറിയ,
അപ്പൻ്റെ പേര് തന്നെ മകൻ ഇരിക്കട്ടെ എന്നാണ് അവരെല്ലാവരും ആഗ്രഹിച്ചത്. കാരണം അപ്പൻ പ്രായാധിക്യത്തിലാണല്ലോ ഈ മകന് ജന്മം കൊടുക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് സക്കറിയ എന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എലീശുവായും സക്കറിയായും ഒരുപോലെ ആവശ്യപ്പെട്ടു, അല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണം. സക്കറിയ തന്നെ എഴുത്തുപലകയിൽ അത് എഴുതി പറഞ്ഞു. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ദൈവത്തിൻ്റെ കാരുണ്യം എന്നാണ്. ദൈവത്തിൻ്റെ കാരുണ്യം. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യമായിട്ടാണ് തൻ്റെ മകനെ സക്കറിയായും എലീശുവായും കാണുന്നത്. അതേ കാരുണ്യത്തിൻ്റെ ഏറ്റവും പൂർണ്ണ രൂപമാണ് നമ്മൾ മറിയത്തിലൂടെ ജനിക്കുന്ന പരിശുദ്ധ ശിശുവിലും കാണുന്നത്, ഈശോ മിശിഹായിലും കാണുന്നത്. അവിടുന്ന് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. നാം എല്ലാവരും മനഃപാഠമാക്കിയിട്ടുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ തന്നെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്നിൽ നിന്ന് അകന്നുപോയ ലോകത്തെ, മനുഷ്യ സമൂഹത്തെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി രക്ഷകനെ അയക്കുന്ന കാരുണ്യവാനാണ് ദൈവം. നമുക്ക് ദൈവത്തെ വിളിക്കുവാനായിട്ട് വിശേഷിപ്പിക്കാവുന്ന ഒരുപക്ഷെ ഏറ്റവും നല്ല പദം കാരുണ്യവാനായ കർത്താവേ എന്നുള്ളതാണ്. ദൈവം കാരുണ്യവാനാണ്. ആ കാരുണ്യം നമ്മൾ അനുഭവിക്കുന്നത് കർത്താവായ ഈശോ മിശിഹായുടെ രക്ഷാകര കർമ്മത്തിലൂടെയാണ്. കാരുണ്യം സ്നേഹത്തിൻ്റെ മൂർത്ത രൂപമാണ്. ആവശ്യക്കാർക്ക്, രോഗികൾക്ക്, അശരണകർക്ക്, ഭിന്നശേഷിക്കാർക്ക്, ഏതെങ്കിലും രീതിയിൽ അവശതയിലുള്ളവർക്ക് നമ്മൾ കാണിക്കുന്ന സ്നേഹത്തെയാണ് കാരുണ്യം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ എംപതി എന്ന് പറയും. അതൊരു നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹതാപത്തിൻ്റെ പ്രകടനമല്ല, പിന്നെയോ അത് ഒന്നു ചേർന്ന് നീങ്ങുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രകാശനമാണ്. ആ ഒരു സഹതാപത്തെക്കാളുപരി ചേർന്നുള്ള ഒരു സ്നേഹം കാണിക്കുന്നവനാണ് ദൈവം. ദൈവം പഴയ നിയമത്തിൽ പല രൂപങ്ങളിൽ ജനങ്ങളോടൊപ്പമായിരുന്നു എന്ന് വരികിലെ, പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ വചനത്തിലൂടെയും അവിടുത്തെ തിരുശരീര രക്തങ്ങളിലൂടെയും നമുക്കെപ്പോഴും അനുഭവവേദ്യനാണ്. ഈ വചനം തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്കും നൽകപ്പെട്ടത്. മംഗളവാർത്ത, മംഗളവചനം എന്ന് നമ്മൾ പറയുന്ന ആ വാർത്ത. അതിനവൾ യോഗ്യയായി തീർന്നത് ദൂതനിലൂടെ നമുക്കൊരു വെളിപാടായിട്ട് പറയുന്നുണ്ട്. എന്താണത്? ദൈവകൃപ നിറഞ്ഞവളെ. പരിശുദ്ധ കന്യകാ മറിയം തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ ദൈവത്തിനായിട്ട് നീക്കി വച്ചിരുന്നതിൽ നാം കാണുന്നത് ഇപ്രകാരമുള്ള ഒരു ദൈവകൃപയുടെ പ്രകാശനം. പരിശുദ്ധ അമ്മയെ പോലെ തന്നെ ഓരോരോ കാര്യങ്ങളിലും വിളിക്കപ്പെടുന്നവരാണ് നമ്മൾ, തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് നമ്മൾ. ആ തിരഞ്ഞെടുപ്പിലൂടെ ദൈവത്തിൻ്റെ കൃപ നമ്മളിലൊക്കെ പ്രകാശിതമാകുന്നുണ്ട്. അത് കുടുംബജീവിതക്കാർക്കായാലും സന്യാസ ജീവിതക്കാർക്കായാലും വൈദിക ജീവിതത്തിലുള്ളവർക്കായാലും എല്ലാം ലഭിക്കുന്നത് ഈ കൃപയുടേതായിട്ടുള്ള ഒരനുഭവമാണ്. അതിൻ്റെ നിറവാണ് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത്. അതിനാൽ അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു. അതാണ് പരിശുദ്ധ അമ്മയെ വിളിക്കാവുന്ന ഏറ്റവും ഉന്നതമായ ഒരു വിളി. അത് ദൈവദൂതൻ തന്നെ വിളിച്ചു. ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. നമ്മൾ ഓരോ നന്മ നിറഞ്ഞ മറിയത്തിലും പറയുന്നത് അത് തന്നെയാണ്. നന്മ ദൈവകൃപയുടെ മറ്റൊരു പേരാണ്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ കൃപ. അവിടുത്തെ സ്വഭാവമാണ് നന്മ. ഒരിക്കൽ ഈശോയെ നല്ലവനായ ഗുരു എന്നൊരുവൻ വിളിച്ചപ്പോൾ ഈശോ തന്നെ പറയുന്നുണ്ട്, നീ എന്താണ് എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവം മാത്രമല്ലേ ഉള്ളൂ നല്ലവനെന്ന്. അപ്പോൾ നന്മയുള്ളവൻ, നന്മ നിറഞ്ഞവൻ ദൈവം മാത്രമാണ്. അപ്പോൾ ആ നന്മ, ആ ദൈവത്തിൻ്റെ സ്വഭാവത്താൽ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറയുന്നത്. ചില നവീകരണ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളവർ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ സഭയോട് ആവശ്യപ്പെട്ടത് ഞാൻ ഓർക്കുന്നു.
നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളതിന് പകരം. രണ്ടും ഒരുപോലെയാണ് സഹോദരങ്ങളെ. രണ്ടും ഒരേ സത്യം, ഒരേ വിശ്വാസത്തിൻ്റെ സ്വഭാവമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിച്ചാലും ദൈവഗർഭ നിറഞ്ഞവളെ എന്ന് വിളിച്ചാലും ദൈവത്തിൻ്റെ സഹജമായ സ്വഭാവം നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ ആ ദൈവത്തിൻ്റെ സഹജമായ സ്വഭാവത്തിലേക്കാണ് നമ്മൾ ആനീതരാകുന്നത് ദൈവത്താൽ തന്നെ. അപ്പോഴങ്ങനെയുള്ള ആ ദൈവകൃപയ്ക്ക് നമ്മൾ പാത്രീഭൂതരാകുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് വിളിക്കപ്പെട്ടത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് ക്രിസ്മസിൽ അവതരിപ്പിക്കപ്പെടും. എപ്രകാരം മനുഷ്യരൂപത്തിൽ ദൈവം ഈ ലോകത്തിലേക്ക് വന്നുവെന്നും മനുഷ്യരായ നമ്മളെയൊക്കെ എങ്ങനെ ദൈവികരാക്കി എന്നും. ഒരിക്കലും വിചാരിക്കരുത്, ചിലരെ തെറ്റിച്ച് വ്യാഖ്യാനിക്കുന്നത് പോലെ മനുഷ്യാവതാരത്തോടു കൂടി നമ്മളൊന്നും ദൈവമായിട്ടില്ല, ദൈവങ്ങളുമായിട്ടില്ല. നമ്മളൊക്കെ ദൈവികരായി. ദൈവത്തിൻ്റെ സ്വഭാവമുള്ള കൃപയാൽ നമ്മളേവരും അനുഗ്രഹീതരായി തീരുകയാണ്. ദൈവത്തോടൊപ്പം നടക്കാനുള്ള യോഗ്യത നമുക്ക് ലഭിക്കുകയാണ്. കർത്താവ് ഈശോ മിശിഹായാണ് നമ്മളൊക്കെ കൂട്ടു നിൽക്കുന്നത്. അങ്ങനെ കൂട്ടുനിന്ന കർത്താവ് ഈശോ മിശിഹായെ കൂട്ടത്തിൽ ആദ്യം കൊണ്ടുപോയവളാണ് പരിശുദ്ധ അമ്മ. ഗർഭസ്ഥയായിട്ട് അതുപോലെ തന്നെ ബെത്ലഹേമിലേക്കുള്ള ആ ക്ലേശകരമായ യാത്രയിൽ, ഈജിപ്തിലേക്കുള്ള ദുരിതം നിറഞ്ഞ യാത്രയിൽ, പിന്നീടുള്ള തിരിച്ചുവരവിൽ, അതിനുശേഷം നസ്രത്തിൽ പോകുന്നത് എല്ലാം ഈശോയോടുകൂടിയാണ്. പിന്നീടുള്ള ജീവിതത്തിലും ഈശോയെ നമുക്ക് കാണാം. പരിശുദ്ധ അമ്മ സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രതീകാത്മകമായി ഇസ്രായേലിനോട് ഉണ്ടായിരുന്നതുപോലെ തന്നെ സഭയുടെ ചരിത്രത്തിൽ വിശ്വാസത്തിലേക്ക് വരുന്ന എല്ലാവരുടെയും കൂട്ടത്തിൽ നടക്കുന്നവളാണ് ഈശോയ്ക്കൊപ്പം, ഈശോയോട് കൂടെ. അങ്ങനെയാണ് അമ്മയ്ക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നത്. എപ്രകാരം ഈശോയെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ചുവോ അപ്രകാരം തന്നെ അതേ ഈശോയെ നമുക്ക് അവതരിപ്പിക്കുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. അതേക്കുറിച്ചാണ് അടുത്തിടെ പരിശുദ്ധ പിതാവ് പ്രകാശിപ്പിച്ച ആ പുതിയ രേഖയിൽ, അത് വിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള സംഘത്തിൻ്റെ ഒരു പ്രമാണരേഖയാണ്. പരിശുദ്ധ പിതാവിൻ്റെ അനുമതിയോടുകൂടി പ്രകാശിപ്പിക്കപ്പെട്ടതാണ്. ആ രേഖയിൽ പറയുന്നത് പോലെ പരിശുദ്ധ അമ്മ വിശ്വാസികൾക്ക് മാതാവാണ്. വിശ്വാസികൾക്ക് മാതാവാണ്. കർത്താവായ ഈശോ മിശിഹായുടെ മാതാവായിരിക്കുന്നത് പോലെ തന്നെ ഈശോയുടെ തുടർച്ചയായ വിശ്വാസികളുടെ സമൂഹത്തിലും അവൾ മാതാവായി വാഴുന്നു. നമ്മുടെ കർത്താവിൻ്റെ മരണത്തിന് ശേഷം ഉത്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ശിഷ്യന്മാരോടൊപ്പം കാത്തിരുന്നവളും ആ ആത്മാവിനെ സ്വീകരിച്ച്, ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് സഭയ്ക്ക് രൂപം കൊടുക്കുന്നതിൽ കൂട്ടുനിന്നവളുമാണ് പരിശുദ്ധ അമ്മ. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പരിശുദ്ധ അമ്മ കൂട്ടുനിൽക്കുകയാണ്, വിശ്വാസികളുടെ മാതാവ്. പ്രിയമുള്ളവരെ, ഈ പ്രമാണരേഖ വന്ന സന്ദർഭത്തിൽ പലരും അതിനെ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിച്ചു. അതൊക്കെ ഓരോരോ ലക്ഷ്യങ്ങളോടുകൂടിയായിരുന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ മാതൃസഹജമായ വണക്കത്തിന് സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെയും കത്തോലിക്ക സഭയിൽ നിലനിന്നതിന് യാതൊരു മാറ്റവുമില്ല. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ചിരുന്ന എല്ലാ പദപ്രയോഗങ്ങളും ഇന്നും പ്രയോഗിക്കാവുന്നതാണ്. ഒരിക്കലും പ്രയോഗിച്ചിട്ടില്ലാതിരുന്ന ചിലരൊക്കെ പ്രയോഗിക്കാൻ ആഗ്രഹിച്ച് അതിശയോക്തിയോടുകൂടി അവതരിപ്പിച്ചിരുന്ന നാമപദങ്ങൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പരിശുദ്ധ അമ്മ ഉദാഹരണത്തിന് അമലോത്ഭവയാണ്. നമ്മുടെ ഈ പാറയിൽ നമ്മൾ അനുസ്മരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളാണ്. അമലോത്ഭവയാണ് പരിശുദ്ധ മന്മമെന്ന് നമ്മൾ പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജനനത്തിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ജനനത്തോടൊപ്പം അവൾ പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും വിശുദ്ധീകരിക്കപ്പെട്ടവളായി തീർന്നു. കാരണം എന്താണ്? അവൾ പാപം ലേശമേശാത്ത നമ്മുടെ രക്ഷകനെ ജനിപ്പിക്കേണ്ടവളായിരുന്നു. പാപമില്ലാത്തവളായിട്ട് അവളെ സംരക്ഷിക്കുകയാണ് ദൈവം. അതാണ് ഉത്ഭവത്തിലെ അമലയായിരിക്കുന്നവൾ. അമലോത്ഭവ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ആ അമലോത്ഭവ മാതാവിൻ്റെ ചിത്രമാണ് ഉണ്ണിയെ കയ്യിലില്ലാതെ കൈ രണ്ടും വിരിച്ച് നമ്മൾ ചിത്രീകരിക്കുന്നതും രൂപങ്ങളിൽ കൊത്തുന്നതും. അങ്ങനെയുള്ള പരിശുദ്ധ അമ്മയാണ് ഈ പാറയിൽ
വണങ്ങപ്പെടുന്നത്. അപ്പോൾ ആ പരിശുദ്ധ അമ്മ അമലോത്ഭവ. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിന് മുമ്പും പിൻപും അവൾ കന്യകയായിരുന്നു എന്നുള്ളതും സഭയുടെ പരമ്പരാഗത വിശ്വാസമാണ്. പരിശുദ്ധ കന്യകാമറിയം എന്നവൾ വിശേഷിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. ദൈവമാതാവെന്നും പരിശുദ്ധ അമ്മ വിശേഷിപ്പിക്കപ്പെടുന്നു, ശരിയാണ്. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ പൗരസ്ത്യ സുറിയാനി സഭയിലും സിറോ മലബാർ സഭയിലും പോർച്ചുഗീസുകാരുടെ വരവിനു മുമ്പ് ഇവിടെയും എല്ലാം നമ്മൾ അനുസ്മരിക്കുന്നത് പരിശുദ്ധമ്മയെ രക്ഷകൻ്റെ മാതാവാണ്, മിശിഹായുടെ മാതാവ് എന്നാണ്. മിശിഹായുടെ മാതാവ്. അപ്പോൾ ഈശോ മിശിഹായുടെ മാതാവ് എന്നുള്ള നിലയിൽ നമ്മൾ വിളിക്കുമ്പോൾ അതേ അർത്ഥത്തിൽ തന്നെയാണ് ലത്തീൻ സഭയിൽ രൂപം കൊണ്ടുവന്നതും സാർവത്രിക സഭ മുഴുവൻ ഇന്ന് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ദൈവമാതാവ് എന്നുള്ള ആ നാമധേയം. കാരണം മിശിഹായുടെ മാതാവ്, മിശിഹ ദൈവപുത്രനായിരുന്നതുകൊണ്ട് ദൈവപുത്രനും മനുഷ്യജന്മം എടുത്ത ദൈവപുത്രൻ്റെയും അമ്മയാണ്. അതുകൊണ്ട് ദൈവമാതാവ്. ആ അർത്ഥത്തിലാണ് ദൈവമാതാവ് എന്നുള്ള പദപ്രയോഗം. ഒരിക്കലും ത്രിയേക ദൈവത്തിൻ്റെ അമ്മ എന്നുള്ള അർത്ഥത്തിലല്ല, ഈ അർത്ഥത്തിലാണ്. മിശിഹായുടെ മാതാവായ ഈശോ മിശിഹ ദൈവപുത്രനായിരുന്നതുകൊണ്ട് ദൈവമാതാവുമാണ്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. പരിശുദ്ധയമ്മ പാപലേശമില്ലാതെ ജനിച്ചവളും രക്ഷകന് ജന്മം കൊടുത്തവളുമായിരുന്നതുകൊണ്ട് അവളുടെ ശരീരം ഈ ഭൂമിയിൽ അരിഞ്ഞ് ഇല്ലാതാകേണ്ടതല്ല. അത് നമ്മുടെ ശരീരങ്ങൾ ഉയിർപ്പിക്കപ്പെടുന്നത് പോലെ മുൻകൂറായി ഉയിർപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ മുൻകൂറായി എടുക്കപ്പെട്ട് ദൈവത്തോടൊപ്പം ആയിരിക്കേണ്ടതാണെന്ന് സഭ വിശ്വസിച്ചു. ആ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചു. അങ്ങനെ സ്വർഗാരോപണം നമ്മൾ പരിശുദ്ധ അമ്മയുടെ തിരുനാളായി ആഘോഷിക്കും. ഇതെല്ലാം സഭയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം മാത്രം ഓർക്കുക, അതിശയോക്തി കലർന്ന പരിശുദ്ധ അമ്മയെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകർമ്മത്തിലെ ആ ഒരു പങ്കാളി എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് സഭ പറയുകയാണ്. കർത്താവ് മാത്രമാണ് ഏകരക്ഷകൻ. ആ ഏകരക്ഷകൻ ദൈവപുത്രനായതുകൊണ്ടാണ് അവിടുന്ന് ആയിത്തീർന്നത്. ആ ദൈവപുത്ര സ്ഥാനത്തേക്ക് ആർക്കും പ്രവേശിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ദൈവപുത്രനായ ഈശോ മിശിഹ ഏകരക്ഷകനായിരിക്കുന്നതുകൊണ്ട് ആ ഏക രക്ഷണീയ കൃത്യത്തിൽ മറ്റാരും പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് സഹരക്ഷിക, ഈശോയോടൊപ്പം നമ്മളെ രക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കരുത്. ആരോ ഒക്കെയോ എവിടെയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് ഒന്ന് തിരുത്തുക മാത്രമാണ് സഭ ചെയ്തിരിക്കുന്നത്. ഈ ലത്തീൻ ഭാഷയിൽ കോ റെഡംട്രിക്സ് എന്നും ഇംഗ്ലീഷ് ഭാഷയിൽ കോ റെഡീമർ എന്നും പറയുന്ന സഹരക്ഷിക എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കരുത്. അത് ശരിയല്ല. അത് ഏകരക്ഷകനായ ഈശോ മിശിഹായിൽ നിന്നും പരിശുദ്ധ അമ്മയെ അകറ്റുന്നു, നമ്മെയും അകറ്റുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറയുന്നത് ഈശോ ഏകരക്ഷകനാണ് എന്ന്. അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയെ വണങ്ങുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് പറയേണ്ടത് ഒരിക്കലും ഞങ്ങളെ രക്ഷിക്കണേ എന്നല്ല. തിരുക്കുമാരിൽ നിന്ന് രക്ഷ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ എന്ന് നമ്മൾ പറയുന്നതിൽ തെറ്റില്ല. കാരണം രക്ഷയുടെ കൂടാരം, കൃപയുടെ നികേതനം അത് ദൈവം മാത്രമാണ്. അത് പരിശുദ്ധ അമ്മയ്ക്കാകാൻ സാധിക്കുകയില്ല. അമ്മയ്ക്ക് അസാധ്യമായതൊന്നും നമ്മൾ അമ്മയിൽ ആരോപിക്കേണ്ടതില്ല എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അമ്മയെ നമ്മളൊരു മധ്യസ്ഥ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മലയാള ഭാഷയിൽ വിളിക്കാം, പക്ഷേ മീഡിയേറ്റർ എന്ന അർത്ഥത്തിൽ വിളിക്കാൻ പാടില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരി. നമുക്കുണ്ടല്ലോ ജീവിതത്തിൽ പല ഇടനിലക്കാർ, വലിയവരായ ആളുകളിൽ നിന്ന് എല്ലാം വാങ്ങിത്തരാൻ വേണ്ടി ഇങ്ങനെ അങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം നമുക്ക് സമീപസ്ഥനാണ്. കർത്താവായ ഈശോ മിശിഹ നമുക്കിപ്പോൾ നമ്മോട് കൂടിയായിരിക്കുന്നവനാണ്. ലോകാവസാനം വരെ നമ്മോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ റോള്, ഭാഗം എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. കാനായിൽ വെച്ച് പരിശുദ്ധ അമ്മ വ്യക്തമാക്കി, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. അല്ലാതെ അമ്മ ആ അത്ഭുതത്തിലേക്ക് പ്രവേശിക്കുകയല്ല ചെയ്തത്. അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൻ വെള്ളം വീഞ്ഞാക്കി ആ വിവാഹ വിരുന്ന് മനോഹരമായി തീർന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപകളും ദാനങ്ങളും വാങ്ങിത്തരാൻ വേണ്ടി നമ്മളോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മ ഉന്നതത്തിൽ ഇരിക്കുന്നെന്ന് ഒരിക്കലും നമ്മളോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളോട് പറയുകയാണ് ഓരോ പ്രാർത്ഥനയിലും, മകനെ മകളെ, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ.
ഈശോ പറയുന്നത് ചെയ്യാനായിട്ട് നമ്മളെ പ്രബോധിപ്പിക്കുന്നവളും ഈശോ പറയുന്നത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മെ സഹായിക്കുന്നവളുമാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അവൾ ആദ്യത്തെ ക്രൈസ്തവ എന്ന് തന്നെ വിളിക്കപ്പെടുന്നു. മിശിഹായെ അനുകരിച്ചവളും മിശിഹായ്ക്ക് ഒപ്പം നിന്നവളും മിശിഹായിലൂടെ നിറവേറിയ രക്ഷയ്ക്ക് കൂട്ടായി നിന്നവളും അതിന് ശിഷ്യന്മാരെ ഒരുക്കിയവരുമാണ് പരിശുദ്ധ അമ്മ. ഈശോയുടെ അമ്മയായിരിക്കുന്ന പരിശുദ്ധ അമ്മ സഭയുടെ അമ്മയാണ്, വിശ്വാസികളുടെ മാതാവാണെന്ന് ഈ പുതിയ പ്രമാണരേഖയിൽ പറയുന്നു. അപ്രകാരം വിശ്വാസികളുടെ മാതാവ്, നമ്മുടെ ഓരോരുത്തരുടെയും മാതാവ്. ഞാൻ ഒരിക്കൽ ശമാശനായിരുന്ന കാലത്ത് ആലുവായിലെ ആശുപത്രിയിൽ രോഗീ സന്ദർശനത്തിന് പോയ സമയത്തിൽ ഒരു പ്രായം ചെന്ന മനുഷ്യൻ രോഗത്തിൻ്റെ വേദന കൊണ്ട് കിടന്ന് പൊളയുകയാണ്. ഇപ്പോൾ അദ്ദേഹം വിളിക്കുന്നത് എൻ്റെ ഈശോയെ, എൻ്റെ മാതാവേ എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, രണ്ടുപേരെയും വിളിക്കുകയാണെന്ന് അന്നത്തെ രീതിയിൽ ചോദിച്ചു. അദ്ദേഹം പറയാണ്, രണ്ടുപേരെ വിളിച്ചാലും പോരാ. അപ്പോൾ ഈശോയോട് കൂടി വേണം മാതാവിനെ നമ്മൾ വിളിക്കാൻ. ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കെല്ലാം മാതാവാണ് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു വികലമായ അവതരണമാണ്. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. പരിശുദ്ധ അമ്മ, അമലോത്ഭവ, നിത്യകന്യക, ദൈവമാതാവ്, സ്വർഗാരോപിത ആയിട്ടുള്ള ഈ അമ്മ നമ്മുടെ സഭയുടെ മാതാവ്. പോൾ ആറാമൻ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സമാപിച്ച ആ സമ്മേളനത്തിലാണ് സഭയുടെ മാതാവായിട്ട് പരിശുദ്ധ അമ്മയെ പ്രഖ്യാപിച്ചത്. അതാണ് ഇന്നും എടുത്തു പറയുന്നത് സഭ. അവൾ സഭയുടെ മാതാവാണ്, നമ്മുടെ മാതാവാണ്, വിശ്വാസികൾക്കെല്ലാം മാതാവാണ്. നമ്മുടെ ഭൗമികമാരായ മാതാപിതാക്കളോടൊപ്പം നമുക്ക് ഏറ്റവും വലിയ അമ്മയായിട്ട് നിൽക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ അതിരൂപതയിലെ തന്നെ ഒരു വൈദികൻ തൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ ഓർമ്മ വരുന്നുവെന്നും പറഞ്ഞൊരു ഗാനം ആലപിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഈ ലോകത്തിലുള്ള സകല അമ്മമാരും പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് നമുക്ക് അമ്മയാകുന്നത്. അങ്ങനെയുള്ള അമ്മയെ വണങ്ങി നമുക്ക് പോകാം. ഇന്നലെ നിങ്ങളെല്ലാവരും അല്ല, പല ഫൊറോനകളിലും വന്ന് ഈ പ്രതീക്ഷയുടെ കവാടത്തിലൂടെ പ്രവേശിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് വന്ന് പ്രവേശിച്ചു. ഇതെന്താണ് നമുക്ക് മുൻകൂട്ടി തരുന്നത്? നല്ല കുട്ടനാടൻ മേഖലകളിലെ എല്ലാ ജനങ്ങളും എന്ന് വെച്ചാൽ പ്രതിനിധികളായിട്ടുള്ള ഏകദേശം 10,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വന്ന് തീർത്ഥാടനമായിട്ട് അഭിമന്യ തോമസ് അറയിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ കുരിശുരൂപവും വഹിച്ചുകൊണ്ട് വന്നു, പ്രതീക്ഷയുടെ കവാടത്തിലൂടെ കയറി എന്നറിഞ്ഞു. നമ്മളെ പ്രതീക്ഷയിലേക്ക് നയിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. മനസ്സിടിഞ്ഞ ശിഷ്യന്മാർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് അവരോടൊപ്പം നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ വാങ്ങിക്കൊടുത്ത് സഭയ്ക്ക് രൂപം കൊടുക്കുവാൻ അവരെ ശക്തരാക്കി പിന്നീട് കർത്താവിനോടൊപ്പം അവരെ പറഞ്ഞയച്ചവളാണ് പരിശുദ്ധ അമ്മ. അതുതന്നെയാണ് ഈ പാറയിൽ മാതാവിൻ്റെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധകുർബാനയിൽ സംബന്ധിച്ച് അമ്മയുടെ മാധ്യസ്ഥ്യം അപേക്ഷിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവവും ജീവിതത്തിൽ പ്രതീക്ഷയോടെ ശക്തിയോടെ മുന്നേറുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കുന്നു. ആ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്ന് കൊടിയേർക്കാണ്, തിരുനാളെ അവസാനിക്കുന്നുള്ളൂ. പരിശുദ്ധ അമ്മയോടുള്ള വണക്കവും നമ്മുടെ വിശ്വാസ ജീവിതവും തുടരുകയാണ്. പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഓരോ വർഷവും വരുന്ന ഈ തിരുനാളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് കർത്താവിനെ അനുഗമിക്കാം. അവിടുത്തെയോടൊപ്പം നടന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ധന്യമാക്കാം. മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാം. അതെപ്പോഴെല്ലാം ചെയ്യാൻ സാധിക്കുന്നു അപ്പോഴെല്ലാം നമ്മൾ സ്നാപക യോഹന്നാനെ പോലെ കരുണയുള്ളവരായി മാറുകയാണ്. ദൈവത്തിൻ്റെ കരുണ സ്നാപക യോഹന്നാനിൽ പ്രകാശിതമായതുപോലെ നമ്മിൽ ഓരോരുത്തരിലും ദൈവത്തിൻ്റെ കരുണ പ്രകാശിതമാകുവാൻ ഇടയാകട്ടെ. തിരുനാളിൻ്റെ മംഗളങ്ങൾ അവസാനമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി.